കോഴിക്കോട് വലിയങ്ങാടിയിൽ പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടത്തിലെ കടമുറികൾ ഒഴിയാൻ കോർപ്പറേഷന്റെ നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. 5 മുറികൾ ഒഴിയാനാണ് നോട്ടീസ്. ഇന്നലെ നടന്ന അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ബെൻസൺ നമുക്കിപ്പം തുടരുന്നുണ്ട്. ബെൻസൺ, അതായത് ഇതൊക്കെ എന്നേ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ പഴയ കെട്ടിടമാണെന്നും ഇതൊക്കെ പൊളിഞ്ഞു വീഴാറായെന്നുമുള്ള അറിയിപ്പുകളൊക്കെ നൽകിയിട്ട് അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടും ഒക്കെയും കണ്ണടച്ച് മുന്നോട്ട് പോയി. ഒരു ദുരന്തം വേണ്ടി വന്നു. 4 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. ഇങ്ങനെ ഒരു ചുവട് വയ്ക്കാൻ കോർപ്പറേഷൻ ഒരു തീരുമാനമെടുക്കാൻ. അതെ സേതുലക്ഷ്മി, ശരിയാണ്. നമുക്ക് ആ നോട്ടീസിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകും. അതിൽ എഴുതിയിട്ടുള്ളത് ഇത്തരത്തിലാണ്. ഈ അപകടം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ, അതായത് ഇന്നലെ ആ കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് ഭാഗം ഇടിഞ്ഞു വീഴുന്നു, അതിൽ 4 ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കടമുറികൾ ഒഴിയാനുള്ള നോട്ടീസ് അവിടെ പതിപ്പിച്ചിട്ടുള്ളത്. അതായത് സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെ പറ്റി കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകുകയും അത് അവിടെ ആ കെട്ടിടം ഉപയോഗിക്കാൻ പാടില്ല, അത് പൊളിച്ചു നിൽക്കണമെന്നുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായില്ല. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ആ കെട്ടിടത്തിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കടമുറികൾ ഒഴിയാനുള്ള നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നു. അത് ഇന്ന് രാവിലെയാണ് പതിപ്പിച്ചത്. അതിന്റെ കാരണമായി പറയുന്നത് ഇന്നലെ ഉണ്ടായ അപകടം തന്നെയാണ്. അപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ച അത് വീണ്ടും തെളിയിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ നടപടികൾ. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ 9 മണിയോടുകൂടി തന്നെ മേയർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉണ്ടാകും. അത് ഇത്തരത്തിലായിരിക്കും. 2023 മുതൽ 2026 വരെ ഈ കെട്ടിടങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് പ്രവർത്തിച്ചത് എന്നുള്ളതായിരിക്കും അവർ നൽകാൻ പോകുന്ന വിശദീകരണം. പക്ഷേ അപ്പോഴും 4 ആളുകളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു.